എല്ലാവർക്കും നമസ്കാരം. മഹാലക്ഷ്മി സീരിയൽ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. എല്ലാവരും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അങ്ങനെ ഇന്നത്തെ എപ്പിസോഡിന്റെ റിവ്യൂ എന്ന് വെച്ചാൽ സാഗർ അതിക്രമിച്ച് മഹാലക്ഷ്മിയുടെ ക്യാബിന് കയറിയിട്ടുണ്ട്. സാഗർ മദ്യപിച്ചിട്ടാണ് കയറിയേക്കുന്നത്. എന്നിട്ട് സാഗർ പറയുവാണ്, എനിക്ക് എന്റെ ലച്ചുവിനെ അറിയാം, നിന്റെ മനസ്സിൽ ഞാനുണ്ടെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, അതുപോലെ നിന്റെ കെട്ടിയവനെ കൊണ്ട് യാതൊരു ഗുണമില്ലെന്നും എനിക്കറിയാം, അതുകൊണ്ട് നീ എന്നെ സ്നേഹിക്കണം, ഇന്ന് എനിക്ക് നിന്നെ കൈ കിട്ടിയ ദിവസമാണെന്നൊക്കെ പറയുവാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ ദേഷ്യം വന്ന് ഞരമ്പൊക്കെ ഇങ്ങോട്ട് എഴുന്നേറ്റ് നിൽക്കുവാണ്. അത്രയ്ക്ക് ദേഷ്യമാണ് മഹാലക്ഷ്മിക്ക്. മഹാലക്ഷ്മി ഇറങ്ങിപ്പോടാ എന്റെ ക്യാബിൻ എന്ന് പറയുന്നുണ്ട്. പിന്നെ സാഗർ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്, ഇങ്ങനെ നീ എനിക്കുള്ളതാണ്, നീ നിന്റെ ഭർത്താവിനോട് പോവാൻ പറ, നിന്റെ മനസ്സിൽ ഫുള്ള് ഞാൻ ആയതുകൊണ്ടല്ലേ നീ കാര്യങ്ങളൊന്നും നിന്റെ ഹസ്ബൻഡിനോട് പറയാതിരുന്നത്. ഇന്ന് തന്നെ നീ നോക്കിക്കേ, എന്നെ ഡ്രൈവറായിട്ട് വിളിച്ചപ്പോൾ നിനക്ക് വേണമെങ്കിൽ പറയായിരുന്നു സാഗർ വേണ്ടാന്ന്, നീ എന്നിട്ടും പറഞ്ഞില്ലല്ലോ, നീ എൻ്റെ കൂടെ വന്നില്ലേ ഒറ്റയ്ക്ക്, അതുകൊണ്ടെന്നും പറഞ്ഞ് സാഗർ ഇങ്ങനെ നിൽക്കുവാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ ഒറ്റ തള്ളു കൊടുത്തിട്ട് ചെവിക്കല്ലിൽ നോക്കി ഒറ്റ അടി കൊടുത്തിട്ടുണ്ട് സാഗറിന്. അപ്പോഴത്തേനും സാഗറിന് പിന്നെയും ദേഷ്യം വന്ന് സാഗർ പിന്നെയും വരുവാണ്. മഹാലക്ഷ്മി അതിനിടയ്ക്ക് കുറച്ച് ഡയലോഗ്സ് ഒക്കെ പറയുന്നുണ്ട്. കണ്ണന്റെ കാര്യം, എന്റെ ഭർത്താവ് എന്ന് വെച്ചാൽ അങ്ങനെ ആടാ, ഒരിക്കലും നിന്റെ ജോലി പോവണ്ടെന്ന് ഓർത്തോണ്ടാ നിന്നെ ഞാൻ ഒറ്റിക്കൊടുക്കാഞ്ഞത്, അല്ലെങ്കിൽ എന്റെ ഹസ്ബൻഡിനോട് പറയാത്ത കാര്യം എനിക്കില്ല, അദ്ദേഹം എനിക്ക് ദൈവം പോലെയാണെന്നൊക്കെ മഹാലക്ഷ്മി അലറി വിളിച്ച് പറയുന്നുണ്ട്. എന്നിട്ട് മഹാലക്ഷ്മി ഇവൻ പിന്നെ അടുത്തോട്ട് വരുമ്പോൾ മഹാലക്ഷ്മി അവിടെ ഇരുന്നൊരു ഗ്ലാസിന്റെ ഒരു സംഭവം എടുക്കും, കുപ്പിച്ചില്ലിന്റെ. എന്നിട്ട് പറയും, നിനക്ക് ജീവൻ വേണമെങ്കിൽ നീ ഓടിക്കോ, എനിക്ക് ജയിലിൽ പോകാൻ യാതൊരു മടിയില്ല നിന്നെ കൊന്നിട്ട്, എന്നാലും എന്റെ കണ്ണേട്ടനൊന്നും സംഭവിക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്യത്തില്ലടാ എന്ന് പറയുവാണ്. അപ്പോഴത്തേനും സാഗർ ഈ കുപ്പിച്ചില്ല് കണ്ടപ്പോഴത്തേനും സാഗർ ഇറങ്ങി ഓടി മഹാലക്ഷ്മി ക്യാബിൻ അടച്ചു കഴിഞ്ഞ് തിരിഞ്ഞു നിൽക്കുമ്പോൾ സാഗർ ആണെങ്കിൽ ക്യാബിനകത്തോട്ട് ഇങ്ങനെ ഗുണ്ടകളൊക്കെ നോക്കുന്ന പോലെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുവാണ്. മഹാലക്ഷ്മി അപ്പം ഡോറ് തുറന്നിട്ട് ഇവനെ കുത്താൻ വേണ്ടി ചെല്ലുവാണ്. അപ്പോഴത്തേനും അവൻ ജീവനും കൊണ്ട് ഓടി ഇവൻ ബൈക്ക് എടുത്തിട്ട് മേഘന്റെ അടുത്തോട്ട് പോവാണ്. മഹാലക്ഷ്മി ആണെങ്കിൽ അങ്ങ് തകർന്ന് നിൽക്കുവാണ്. മേഘന്റെ അടുത്ത് ചെല്ലുമ്പോൾ മേഘൻ വഴക്ക് പറയുവാണ്, നീ അവളുടെ അടിയും വാങ്ങിച്ചിട്ട് വന്നേക്കുവാണോ, നീ ഇപ്പൊ തന്നെ ഒരു കാര്യം ചെയ്യണം, നീ കണ്ണന്റെ അടുത്ത് പോയി അവള് വരുന്നതിന് മുമ്പ് കാര്യം പറയണം, എന്നിട്ട് പറയണം അവള് എന്നെ ഇങ്ങോട്ട് അപ്രോച്ച് ചെയ്തു, സമ്മതിക്കാത്തത് കൊണ്ട് അവൾ എന്നെ ചെവിക്കലിട്ട് അടിച്ചു സാർ എന്ന് നീ കഥ തിരിച്ചു പറയണം. അവള് ചെല്ലുന്നതിന് മുമ്പ് ചെല്ലണം. അവൾ എന്താണെങ്കിലും ഇപ്പം ചെല്ലാൻ സമയമായിട്ടില്ല. ഇവൻ എന്നെ പോലും അവൾക്ക് മനസ്സിലായി മേഘനെ, പക്ഷെ അവൾ അതുപോലും കണ്ണനോട് പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവൾ ഇനി ഇതൊന്നും കണ്ണനോട് പറയാൻ പോകുന്നില്ല. അതുകൊണ്ട് നീ എത്രയും വേഗം ഈ മദ്യപാനത്തിനെ തീരുന്നതിന് മുമ്പ് നീ കണ്ണന്റെ അടുത്ത് ചെല്ലണം, കാര്യം പറയണം, ഞാൻ മഞ്ജുവിനോട് വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്, നിന്നെ കണ്ണന്റെ റൂമിലേക്ക് കയറ്റി വിടുമെന്നൊക്കെ പറയുവാണ്. അങ്ങനെ മേഘൻ നിർബന്ധിച്ച് പറഞ്ഞു വിടുവാണ് സാഗറിനെ. സാഗർ മദ്യപിച്ചേക്കുന്നുണ്ട്, സാഗറിന് ഭയങ്കര ധൈര്യവുമാണ്. അങ്ങനെ സാഗർ ചെല്ലുമ്പോൾ മഞ്ജു ഇങ്ങനെ കാത്തു നിൽപ്പുണ്ട്, മഞ്ജുവും ദുർഗയൊക്കെ. അപ്പോഴേ അവർക്ക് എന്തോ മണത്തിട്ടുണ്ട് എന്തിനാണ് ഇവൻ വരുന്നതെന്ന്. അങ്ങനെ ഇവരെല്ലാം കൂടെ സംസാരിച്ചിട്ട് മഞ്ജു പറയുവാണ്, അവൻ കയറി ചെല്ലട്ടെ, നമുക്ക് ഒളിച്ചു നിന്ന് കേൾക്കാന്ന് പറയുവാണ്. അങ്ങനെ സാഗറിനെ വന്നപ്പോഴേ ദുർഗ ക്വസ്റ്റ്യനൊക്കെ ചെയ്തിട്ട് കയറ്റി വിടുവാണ്, കണ്ണന്റെ റൂമിലോട്ട് കയറ്റി വിടുവാണ്. കണ്ണനാണെങ്കിൽ ഭയങ്കര കാമായിട്ടിരിക്കുവാണ്. ഇരുന്നിട്ട് ചോദിക്കുവാണ്, എന്ത് പറ്റി സാഗറെ? അത് സാർ, ഒരു പ്രശ്നമുണ്ട് സാർ, സാറിനെ കാണാൻ ഞാൻ വന്നതാ, ഇന്ന് കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ടായി. ഇതിനു മുമ്പ് ദുർഗ ചോദിക്കുന്നത്, എന്തോടെ തീർക്കാൻ നീ വല്ല കുഴപ്പം ഒപ്പിച്ചോടാൻ ചോദിക്കുന്നുണ്ട്. അപ്പൊ സാറ് പറയുക, കുഴപ്പമുണ്ട്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് കണ്ണൻ സാറ് ഞെട്ടുന്ന കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അങ്ങനെയാണ് മഞ്ജു ഒളിഞ്ഞു നിന്ന് കേൾക്കാൻ വേണ്ടി റെഡി ആവുന്നത്. അങ്ങനെ കണ്ണനോട് പറയുവാണ്, ഇന്നും അവരെന്നോട് തന്നെയല്ലേ ഉള്ളൂ വരാൻ പറഞ്ഞു സാർ, ഞാൻ സമ്മതിക്കാത്ത അവൾ എൻ്റെ കർണത്തടിച്ച് സാർ, എൻ്റെ മുഖം കണ്ടോന്ന് പറയുവാണ്. കണ്ണനാണെങ്കിൽ ദേഷ്യം വന്ന് വലിഞ്ഞു മുറുകുവാണ്. എനിക്ക് തോന്നുന്നു കണ്ണൻ ഇത് ഓൾറെഡി സംഭവങ്ങളൊക്കെ അറിഞ്ഞു, അനന്തും ലേഖയും എന്തെങ്കിലും ക്യാമറയോ എന്തെങ്കിലും അവിടെ വെച്ചിട്ടായിരിക്കും പോയത്. എന്താണ് കണ്ണന് കാര്യങ്ങളൊക്കെ മനസ്സിലായെന്നാണ് തോന്നുന്നത്. എന്നിട്ട് സാഗർ കള്ളക്കഥകളെല്ലാം പറയുവാണ്, അവരെന്നെ ഉപദ്രവിച്ചു സാർ, ഞാൻ ഒരു തരത്തിൽ ഓടി രക്ഷപ്പെട്ടതാ, ഞാൻ സാറിനോട് കാര്യം പറയാൻ വേണ്ടി വന്നതാ, അവർ ചിലപ്പോൾ കഥ തിരിച്ച് വേറെ കഥ പറയും സാർ, അതുകൊണ്ട് ഞാൻ ഓടി വന്നതാന്നൊക്കെ പറയുവാണ്. അപ്പൊ കണ്ണൻ പറയുവാണ്, ഒരു കാര്യം ചെയ്യാം, ഇനി അവൾ എൻ്റെ ലൈഫിൽ വേണോ വേണ്ട എന്നൊക്കെ ഞാൻ തീരുമാനിക്കും, മഹാലക്ഷ്മി എന്ന് പറഞ്ഞ എൻ്റെ ഭാര്യ എൻ്റെ ലൈഫിൽ വേണോ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും, സാഗർ എന്താണെങ്കിലും നമുക്ക് അനന്തിന്റെ വീട്ടിലോട്ട് പോകാം, ഇതിനൊരു തീരുമാനം ഉണ്ടാക്കാന്ന് പറയുവാണ്. മഞ്ജു ആണെങ്കിൽ എല്ലാം ഒളിഞ്ഞു നിന്ന് കേൾക്കുവാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇന്ന് ചിലരൊക്കെ പുറത്താകുമെന്നൊക്കെ പറയുന്നുണ്ട്. സാഗറിന് എന്തായാലും വളരെ നന്ദി, സാഗർ എല്ലാം വന്ന് പറഞ്ഞല്ലോ, അത് എനിക്ക് സാറല്ലേ ശമ്പളം തരുന്നത്, അപ്പൊ എനിക്ക് സാറിനോടല്ലേ കൂടുതൽ, സാറിനോട് പറയാതിരിക്കുന്നത് എങ്ങനെയെന്നൊക്കെ സാഗർ ഭയങ്കര കാമി പറയുവാണ്. മഞ്ജു ഇതെല്ലാം കേട്ടിട്ടുണ്ട്. അങ്ങനെ അനന്തുവിന്റെ വീട്ടിലോട്ട് പോവാന്ന് പറഞ്ഞ സാഗറും കണ്ണനും കൂടി ഇറങ്ങുവാണ്. ഇറങ്ങുന്ന വഴി
മഞ്ജു ഓൾറെഡി പോയി കൊളുത്തി കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ സംഭവമുണ്ട്, അവൾ അവനെ അങ്ങോട്ട് പ്രപ്പോസ് ചെയ്തെന്നും അവന്റെ കൂടെ ചെല്ലാവെന്ന് പറഞ്ഞെന്നും അങ്ങനെ അവൻ സമ്മതിക്കാത്തതിന് അവന്റെ കരണത്തടിച്ചെന്നൊക്കെ പറയുവാണ്. അപ്പൊ കർണ പറയും, ഞാൻ അന്നേ പറഞ്ഞില്ലേ ഇവള് പ്രേമരോഗിയാന്ന്, അവൾ ഒരുപാട് ആൾക്കാരെ പ്രേമിച്ചിട്ടുണ്ട്, അവൾക്ക് പ്രേമിക്കാതിരിക്കാൻ പറ്റത്തില്ല. അപ്പൊ ദുർഗയൊക്കെ പറയോ, എന്നാലും ഇവിടെ ആള് കൊള്ളാവല്ലോ, ഇവൾ ഇങ്ങനെയൊക്കെയാണ് പെരുമാറുന്നൊക്കെ പറഞ്ഞ് ഡിസ്കസ് ചെയ്യുവാണ്. എന്താണേലും അവള് പുറത്താവും, നമ്മളുടെ കാര്യങ്ങളൊക്കെ തീരുമാനമാകും. പാവം ഉണ്ണിക്ക് പോലും ഒരു വിലയില്ല ഓഫീസിൽ, കറക്റ്റ് ശമ്പളം കിട്ടുന്നു മാത്രമേ ഉള്ളൂ, ഒരു വിലയില്ല എന്നൊക്കെ ഇരുന്ന് പറയുവാണ്. അപ്പോഴത്തേന് കണ്ണന് സാഗറോട് ഇറങ്ങി വരുവാണ്. അപ്പൊ ദുർഗയാക്കുവാണ്, മോനെ നീ എവിടെ പോവാ? ഞങ്ങൾ അനന്തുവിന്റെ വീട്ടിൽ വരെ പോവാന്ന് കണ്ണൻ പറയുവാണ്. അപ്പൊ നിനക്ക് എന്ത് പറ്റും മോനെ, എന്ത് പറ്റിയൊരു വിഷമം? അമ്മയാണെങ്കിൽ നിനക്ക് ഒരുപാട് കറികളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, നീ തന്നെ ഇന്ന് വീട്ടിൽ നിൽക്കുവാണല്ലോ ഓർത്തോണ്ട്. അപ്പൊ കണ്ണൻ പറയുവാണ്, അത് അമ്മ നിങ്ങളും കഴിച്ചോ, ഫ്രിഡ്ജിൽ വെച്ചിട്ട് കഴിച്ചോ? ഫ്രിഡ്ജിൽ വെക്കുന്ന മോൻ കഴിക്കത്തില്ലല്ലോ, ആ ഫ്രിഡ്ജിൽ വെച്ചാൽ നിങ്ങൾ കഴിക്കുമല്ലോ, നിങ്ങൾ അങ്ങ് കഴിച്ചോളാൻ പറയണം, കണ്ണൻ കലിപ്പി പറയുവാണ്. അപ്പൊ എന്നിട്ട് ദുർഗ ചോദിക്കണം, എന്തുവാ ചേർക്കാൻ, നീ എന്തുവാണ് അവനോട് അകത്ത് പോയി പറഞ്ഞത്, അവന്റെ മുഖം ആകെ വല്ലാണ്ടിരിക്കുവാണല്ലോ. അപ്പൊ സാഗർ പറയും, ഞാൻ പറയേണ്ട കാര്യങ്ങളൊക്കെ കണ്ണൻ സാറിനോട് പറഞ്ഞിട്ടുണ്ടെന്ന് പറയുക. കർണ പറയുവാണ്, എന്തുവാ കണ്ണന്റെ ഫേസ് ഒക്കെ വല്ലാണ്ടിരിക്കുന്നത്, എന്തോ പറ്റുന്നൊക്കെ ചോദിക്കുവാണ്. നീ അവളെയും കുട്ടിയല്ലേ പോയി, എന്നിട്ട് അവൾ എന്തെയും ചോദിക്കുക. അപ്പൊ കണ്ണൻ പറയുവാണ്, മഹാലക്ഷ്മി ഓഫീസിൽ കാണുമായിരിക്കും എന്ന് ഇങ്ങനെ പറയുവാണ്. എന്നിട്ട് കണ്ണൻ സാഗറെ എന്നും പറഞ്ഞ് സാഗറിനെയും കൂട്ടി അങ്ങ് പോവാണ്. അപ്പോഴത്തേനും ദുർഗയും എല്ലാവരും സെലിബ്രേറ്റ് ചെയ്യുവാണ്. അപ്പൊ കാര്യങ്ങളൊക്കെ തീരുമാനമായിട്ടുണ്ട്, അവളെ പറഞ്ഞു വിടാൻ പോവാണ്. അവൾ അന്നാൾ ഇത്തരക്കാരിയാന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ലെന്നൊക്കെ ദുർഗയും മഞ്ജു എല്ലാം കൂടെ പറയുവാണ്. ഇനി നമ്മുടെ സുവർണ്ണ നാളുകളാന്നൊക്കെ പറയുവാണ്. ബാക്കിയൊക്കെ അടുത്ത എപ്പിസോഡിലാണ്. അടുത്ത എപ്പിസോഡിന്റെ പ്രമോയും കാണിച്ചിട്ടില്ല, പക്ഷെ എനിക്ക് തോന്നുന്നത് അനന്തുവിന്റെ വീട്ടിൽ പോയി സാഗറിനെ പഞ്ഞിക്കിടാനുള്ള പരിപാടിയാന്ന് തോന്നുന്നു. എന്താണോ അനന്തുവും ലേഖയും വെറുതെ വന്ന ഒന്നുമല്ല ഗോൾഡ് വെക്കാനൊന്നും, അവരെന്തോ തെളിവ് അവിടെ വെച്ചിട്ടുണ്ട്. അപ്പം മഹാലക്ഷ്മി മിക്കവാറും അനന്തുവിന്റെ വീട്ടിൽ കാണും. എല്ലാവരും കൂടെ മിക്കവാറും സാഗറിനെ പഞ്ഞിക്കിടുന്ന എല്ലാ ലക്ഷണങ്ങളും കാണുന്നുണ്ട്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്